ഒറിഗ ഹീലിംഗ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ. എന്താണ് അക്യുപഞ്ചർ? അതൊരു വലിയ ചോദ്യമാണ്. ഇത് ചെയ്തതുകൊണ്ട് എന്തു ഗുണം? എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഒന്നും തന്നെ ആർക്കും അറിയുന്നില്ല. ഇത് എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആൾക്കാരിൽ ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അപ്രതീക്ഷിതമായി ആക്ട്രസ് ലെന മാഡത്തിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അത് കണ്ടപ്പോഴാണ് എനിക്ക് ഒന്ന് ചിന്തിച്ചത്, ശരിയാണല്ലോ മാഡം പറയുന്നത്. പുള്ളിക്കാരി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഒരാൾ നമ്മളോട് ഫോൺ നമ്പർ ചോദിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ നമ്പർ പറഞ്ഞു തരാം. ഞാൻ എങ്ങനെ പറയും 73066737? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആദ്യം കേൾക്കുന്നത് നിങ്ങളെങ്ങനെയായിരിക്കും? ഒന്നില്ലെങ്കിൽ എല്ലാം മനസ്സിലാവും, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. രണ്ടുമല്ലാത്തൊരവസ്ഥയിലായിരിക്കും ഇരിക്കുക. മനസ്സിലാകാത്ത ആളാണെങ്കിൽ പെട്ടെന്ന് ചോദിക്കും, ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ പതുക്കെ പറഞ്ഞു തരുമോ, ഇത് തന്നെ ചോദിക്കൂലേ? അതേ അവസ്ഥയായിരിക്കും ഫസ്റ്റ് അക്യുപഞ്ചറിനെ കുറിച്ച് കേൾക്കുന്ന ആൾക്കാർ. ഓൾമോസ്റ്റ് എല്ലാവരും കേൾക്കുന്നത് എന്താണ്? അത് പഞ്ചഭൂതങ്ങളുടെയാണ്, മറിച്ച് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നോർമൽ ആൾക്കാർ എന്ത് പറയും? ഇത് ആ രീതിയിലൊക്കെ പോകുന്നതാണ്, ഒരു സയൻറ്റിഫിക് റൂട്ടിലുള്ളതല്ല, ഈ ചികിത്സ അങ്ങനത്തെയാണ്, അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് മാറിപ്പോകും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമുക്ക് അങ്ങനെ എത്ര പറഞ്ഞു തന്നാലും മനസ്സിലാവില്ല. അപ്പം നമുക്കറിയുന്ന രീതിയിൽ ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ ചെയ്താൽ സാധാരണക്കാർക്ക് ഇത് എന്താണ്, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അറിയുന്നവർക്കറിയാം. ഞാൻ സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് ഇതറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ശരി, അതിനെ സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മുള്ള് നമ്മുടെ ദേഹത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് കുത്തിയാൽ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യില്ലേ? അത് നമുക്ക് സാധാരണക്കാർക്ക് പോലും അറിയുന്നൊരു കാര്യമാണല്ലോ, ബോഡി റിയാക്ട് ചെയ്യുന്നുള്ളത്. അത് കുത്തുമ്പോൾ എന്താ വരുന്നത്? നമുക്ക് ഫസ്റ്റ് ഒരു വേദന വരും, പിന്നെ അവിടെ ഒരു ചുമന്ന കളർ വരും, പിന്നെ അവിടെ ലേശം ഡിഫൻസ് പോലെ അങ്ങനെ എന്തെങ്കിലും വരും. ആ മുള്ളു കുത്തുമ്പോൾ എന്താണ് സംഭവിക്കണേ എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തെ സ്കിന്നിൽ അത് മുള്ളു കുത്തുന്ന സമയത്ത് സ്കിന്നിൻ്റെ നെർവ് എൻഡിങ്സ് സ്റ്റിമുലേറ്റ് ആവുമ്പം ഉടൻ തന്നെ നമ്മുടെ ബ്രെയിനിൽ ഇൻഫോർമേഷൻ ചെന്നിട്ട് അവിടെ ഒരു ഷാർപ്പ് പെയിൻ അനുഭവപ്പെടും നമുക്ക്. നമ്മുടെ ബോഡിയിൽ അതൊരു ഡേഞ്ചർ സിഗ്നലാണ്. ആ പെയിൻ എന്ന് പറയുന്ന ഒരു ഡേഞ്ചർ സിഗ്നലാണ്. രണ്ടാമത് വരുന്നത് അവിടുത്തെ റെഡ്നെസ്സും ഹീറ്റുമാണ്. ആ കൊണ്ട ഭാഗത്ത് ബ്ലഡിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നതാണ് ആ ഒരു ചെറിയ ഹീറ്റും ആ ഒരു ബ്ലഡ്നെസ്സും. ആ ഭാഗത്ത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ബ്ലഡ് എത്തുന്നത്. അതുപോലെ ഇമ്മ്യൂൺ സെൽസിനെ ആക്ടിവേറ്റ് ആക്കാനും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ വരുന്നത്. ഇനി അത് കുറച്ച് പ്രോബ്ലം ഉള്ള കണ്ടീഷനാണ്, അല്ലെങ്കിൽ മുള്ളിൻ്റെ വലിപ്പത്തിൽ കൂടുതലാണ്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും വിഷാംശം ഉള്ളതാണെങ്കിൽ അവിടെ പെട്ടെന്ന് തന്നെ സ്വെല്ലിങ് വരും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്ലഡ് സെൽസ് എക്സ്പാൻഡ് ആവുകയോ ചെയ്യണം അവിടെ. അത് എക്സ്പാൻഡ് ആയിട്ട് ഫ്ലൂയിഡിനെ ലീക്ക് ചെയ്യും. ഇതാണ് സ്വെല്ലിങ് അവിടെ ഉണ്ടാവാനുള്ള കാരണം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്ടീരിയ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരെണ്ണം ചെയ്യണത്. ഇനി അടുത്തത് വരുന്നത് എന്താണ്? ഇമ്മ്യൂൺ സെൽസിൻ്റെ റെസ്പോൺസ് ആയിരിക്കും. അതായത് അവിടെ വന്ന ബ്ലഡിലാണല്ലോ ഇമ്മ്യൂൺ സെൽസ് ഉണ്ടാവുക, അത് വന്ന് വൈറ്റ് ബ്ലഡ് സെൽസിനെ അവിടേക്ക് എത്തിക്കും. വൈറ്റ് ബ്ലഡ് സെൽസിനെ എത്തിച്ചു കഴിഞ്ഞാൽ ഈ വൈറ്റ് സെൽസ് അവിടെ എന്തെങ്കിലും ബാക്ടീരിയസ് ഉണ്ടെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഡാമേജ് ആയിട്ടുള്ള സെൽസിനെ എല്ലാം ക്ലിയർ ചെയ്യും. ഇത് ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് എന്താ സംഭവിക്കുക? അവിടെ ഹീലിംഗ് പ്രോസസ്സ് നടക്കണം. ഇത്രയും ക്ലിയർ ആക്കിയ ശേഷം മാത്രമേ അവിടെ ഹീലിംഗ് പ്രോസസ്സ് നടക്കുകയുള്ളൂ. ആ ഹീലിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ പുതിയ സെൽസ് വരും, ആ സ്കിന്നുകളെല്ലാം റിപ്പയർ ചെയ്യും. അവിടെ ചെറിയൊരു പാട് ഉണ്ടാവും എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ഒരു മുള്ളു കുത്തുമ്പോൾ നമ്മുടെ ശരീരത്തെ ആക്ഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ മുള്ളു കുത്തുമ്പോൾ ഇത്രയും ആക്ഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ സെയിം മെക്കാനിസം ഉപയോഗിച്ച് ആവശ്യമുള്ള ഭാഗത്ത് നമുക്ക് നീഡിൽ അപ്ലൈ ചെയ്തിട്ട്
ഇതിൻ്റെ ആക്ഷൻസ് ഉണ്ടാക്കിക്കൂടെ? ഒന്ന് ചിന്തിച്ചു നോക്ക്, ആക്ഷൻസ് ഉണ്ടാക്കിക്കൂടെ? സെയിം പ്രോസസ്, സെയിം മെക്കാനിസം കൺട്രോൾഡായി ട്രിഗറായി ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ് ഈ അക്യുപഞ്ചർ എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായ മെത്തേഡിലാണ് ഈ പറഞ്ഞത്. ട്രിഗർ വിത്ത് കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്, ഒരു സയൻറ്റിഫിക് മെക്കാനിസം തന്നെയാണ് അക്യുപഞ്ചർ എന്ന് പറയുന്നത്. ഇതിൽ സ്പെസിഫിക് പോയിന്റുകൾ പറയുന്നുണ്ട്. ഈ സ്പെസിഫിക് പോയിന്റുകളിൽ നീഡിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇവിടെയുള്ള ആക്ഷൻസ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സ്പെസിഫിക് പോയിന്റ്സിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കാണുമല്ലോ, ഇല്ലേ? ഈ പ്രീഷ്യസ് പോയിന്റ്സിൽ മൈക്രോ ഇഞ്ചുറീസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടുത്തെ ബ്ലഡ് സെൽസിനെ, അതുപോലെ ഇമ്മ്യൂൺ സെൽസിനെ, നെർവ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് അതെല്ലാത്തിനെയും സ്റ്റിമുലേറ്റ് ചെയ്ത് അതിൻ്റെ ഇൻഫോർമേഷൻസ് ബ്രെയിനിൽ കറക്റ്റായിട്ട് എത്തിച്ച് ആ പോയിന്റുകളിൽ എന്താണോ വേണ്ടത് അതിൻ്റെ ആക്ഷൻസ് ബോഡിയെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്ന ഒരു സ്പെഷ്യൽ സയൻറ്റിഫിക് ട്രീറ്റ്മെൻ്റ് ആണ് അക്യുപഞ്ചർ. സിമ്പിളായി നമുക്ക് അക്യുപഞ്ചർ എന്താണ് എന്നൊന്ന് മനസ്സിലായി കാണുമല്ലോ. അക്യുപഞ്ചറിൻ്റെ പ്രവർത്തനം എന്താണ്, ഇതെല്ലാം മനസ്സിലായി കാണുമല്ലോ. ഇതിൽ അപ്പം നമ്മൾ പ്രത്യേകമായി പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രീഷ്യസ് പോയിന്റ്സ് എന്ന്. നമ്മുടെ ബോഡിയിലെ പ്രീഷ്യസ് പോയിന്റ്സിൽ നീഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ പോയിന്റുകൾ നമ്മുടെ ബോഡിയായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, ഇതും നെർവും തമ്മിൽ എന്താണ് കണക്ഷൻ, ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഏതൊക്കെയാണ് സ്പെഷ്യൽ പോയിന്റുകൾ, ഇതെല്ലാം വിശദമായി അടുത്ത സെക്ഷനിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്.